നമ്മുടെയൊക്കെ നാട്ടിൽ എന്തെങ്കിലും ഒരു വലിയ പ്രതിസന്ധി രൂപപ്പെടുമ്പോൾ ഇന്നത്തെ ആധുനിക ടെക്നോളജികൾ മുഖേന നമ്മൾ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ പറയുകയും അറിയുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യും. പഴയ കാലങ്ങൾ പോലെയല്ല, വളരെ പെട്ടെന്നെല്ലാം ഒരു ട്രെയിൻ ദുരന്തമുണ്ടായാൽ, ഒരു വിമാന അപകടമുണ്ടായാൽ നൂറുകണക്കിന് ആളുകൾ മരണപ്പെടുമ്പോഴും നമ്മൾ വളരെ പെട്ടെന്ന് അറിയുകയും നമ്മുടെ മനസ്സിൽ അതിനെക്കുറിച്ചുള്ള ചിന്തകൾ കടന്നു വരികയും ഒക്കെ ചെയ്യുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വയനാട് വലിയൊരു അപകടമുണ്ടായി, വലിയൊരു പ്രകൃതി ദുരന്തത്തിന് കേരളം ഇന്ന് സാക്ഷിയായി. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടുന്ന വളരെ ചെറിയൊരു സംഗതിയെക്കുറിച്ച് മാത്രമാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. 2 ആഴ്ചകൾക്ക് മുമ്പ് ഇതേ മിമ്പറിൽ വെച്ച് കാലത്ത് നമ്മൾ ഒരിക്കലും പഠിക്കരുതെന്നും അള്ളാഹു ഉണ്ടാക്കിയിട്ടുള്ള ഭൂമി ലോകത്തെ എല്ലാ സംഗതികളും, സൂര്യനും ചന്ദ്രനും മരങ്ങളും പർവ്വതങ്ങളും ഒക്കെ പടച്ചോനനുസരിക്കുമ്പോൾ വകസീറുൻ മിനന്നാസ്, ധാരാളം ആളുകളും അള്ളാഹനുസരിക്കുന്നു, വകസീറുൻ ഹഖ്ഖ അലൈഹിൽ അദാം, ധാരാളം ആളുകൾ അള്ളാഹനെ ധിക്കരിക്കുകയും ചെയ്യും. ആ വിഷയം നമ്മൾ സൂചിപ്പിച്ചിരുന്നു. സത്യത്തിൽ അത് തന്നെയാണ് ഈ സമയത്തും നമുക്ക് ആളുകളോട് പറയാനുള്ളത്. അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന, പടച്ച റബ്ബ് സെലക്ട് ചെയ്ത് മഅസൂമികൾ ഇസ്മത്ത് നൽകി പറഞ്ഞയച്ച നമുക്ക് പരിചയമുള്ള നബിമാരുടെ ചരിത്രമൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ശക്തമായി പരീക്ഷിക്കപ്പെട്ട, വളരെ പ്രയാസകരമായ ഒരു കാലഘട്ടത്തിലൂടെ നീങ്ങിപ്പോയ ആളുകളാണ്. ഈസാ നബി അലൈഹിസ്സലാം, നമുക്കറിയാവുന്നതുപോലെ ആളുകൾ പറയുന്നു ഈസാ നബിയെ കുരിശിൽ തറച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ പരീക്ഷണത്തിന്റെ കൊടുമുടി കയറി രക്ഷപ്പെടാൻ ഒരു സ്ഥലവുമില്ലാതെ ആളുകളെല്ലാം പിന്നാലെ കൂടി ഓടടാ ഓട്ടമോടി രക്ഷപ്പെടുന്നതിനിടക്ക് അല്ലാഹു തആല മനുഷ്യരിൽ ശ്രേഷ്ഠരാക്കിയ അമ്പിയാക്കന്മാർക്ക് നൽകുന്ന അനുഗ്രഹം അല്ലാഹു ആകാശത്തേക്ക് ഉയർത്തി. അത്രമാത്രം പരീക്ഷണം നബിമാർക്കുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അല്ലാഹു ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും കാവലേർപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകൾ. അല്ലാഹുവിന്റെ പ്രവാചകൻ കിലോമീറ്റർ കണക്കിന് പലായനം ചെയ്തു പോയിട്ടുള്ളത് ശക്തമായ പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അബുൽ അംബിയ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ വാർദ്ധക്യത്തിലേക്ക് കടന്നപ്പോഴും അള്ളാഹു ശക്തമായി പരീക്ഷിച്ച് അള്ളാഹു ഇഷ്ടം കൊണ്ട് ഖലീലാക്കി പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ ഏതേതു നബിമാരെയും എടുത്തോളൂ, നമുക്കറിയാവുന്ന ഏതു ചരിത്രത്തിലും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭയപ്പാട് കൊണ്ട് അനുയായികളെയും കൊണ്ട് നെട്ടോട്ടമോടിയതിന്റെ ഒരു ചരിത്രം നമുക്കറിയാം. ഏതു ചരിത്രം നമ്മൾ ജീവിതത്തിലെടുത്താലും ആ ചരിത്രങ്ങളിലെല്ലാം അള്ളാഹു ഇസ്മത്ത് നൽകിയ, അള്ളാഹു ആദരിച്ച, അള്ളാഹു സ്വർഗമുണ്ടെന്ന് വാഗ്ദാനം നൽകിയ അമ്പിയാക്കന്മാർ ശക്തമായി പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയെങ്കിൽ മനുഷ്യരായ നമ്മളെല്ലാം ആ പരീക്ഷണത്തിൽ നിന്നും മുക്തരല്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, അള്ളാഹു എങ്ങനെയാണ് മനുഷ്യരെ പരീക്ഷിക്കുന്നത്, അള്ളാഹു എന്താണോ മനുഷ്യന് നൽകിയിട്ടുള്ളത് അതിൽ നിന്ന് തന്നെയാണ് അള്ളാഹു നമ്മളെ പരീക്ഷിക്കുക. ആരോഗ്യത്തിന്റെ മേഖലയിൽ, ഭക്ഷണത്തിന്റെ മേഖലയിൽ ഏറെ ശ്രദ്ധ പുലർത്തുന്ന ഒരു നാടാണ് നമ്മുടേത്. നമ്മൾ വായിലേക്ക് വെക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് പ്രിയപ്പെട്ടവരെ ഈ ലോകത്തെ, ഈ സംസ്ഥാനത്തെ, ഈ ജില്ലയിൽ ഏറ്റവും സുരക്ഷിതമായി കഴിയുന്ന നമ്മൾ പകർച്ചവ്യാധികൾ കൊണ്ട് കാലങ്ങളായി പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. പണ്ടത്തെക്കാളും ഏറ്റവും നല്ല രൂപത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടായി, നല്ല വൃത്തിയുള്ള സാഹചര്യമുണ്ടായി, മാസ്കുകളും സാനിറ്ററികളും കടന്നു വന്നു. എന്നിട്ടും പകർച്ചവ്യാധിക്ക് ഒരു കുറവും ഉണ്ടായിട്ടില്ല.
ഭക്ഷണത്തിൽ നിന്നുണ്ടാകുന്ന മാരകമായ രോഗങ്ങൾക്ക്, പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ടായിട്ടില്ല. അറിയണം നമ്മൾ, അള്ളാഹു നമ്മൾ ഏതു വിഭവത്തെയാണ് ആസ്വദിക്കുന്നത്, അതേ വിഭവത്തെയാണ് അള്ളാഹു നമുക്ക് പരീക്ഷണമാക്കി വെക്കുന്നത് എന്ന് നമ്മൾ അറിയണം. മനുഷ്യന്റെ ജീവിതത്തിലെ കണ്ണിനേറ്റവും കുളിർമയുള്ള വസ്തുക്കളാണ് പ്രകൃതിയിലെ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ള മരങ്ങളും കാടുകളും പുഴകളും കാട്ടാറുകളും. നമ്മൾ എന്തിനെയാണോ നല്ല കൺകുളിർമ എന്ന് പറഞ്ഞ് കാണുന്നത്, അതിൽ നിന്ന് അല്ലാഹു തആല നമുക്ക് പരീക്ഷണം വെക്കുമെന്നുള്ളത് 100% നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ ആലോചിച്ച്, നമ്മൾ എന്തിനാണ് ടൂറ് പോകുന്നത്? നമ്മുടെ വീട്ടിലില്ലാത്ത എന്തു സുഖമാണ് ഊട്ടിയിലുള്ളത്, നമ്മുടെ വീട്ടിലില്ലാത്ത എന്തു രസമാണ് മൈസൂരിലുള്ളത്, നമ്മുടെ വീട്ടിലില്ലാത്ത എന്തു രസമാണ് ആമസോൺ കാടുകളിലുള്ളത്. പ്രിയപ്പെട്ടവരെ, അത് മനുഷ്യന്റെ കണ്ണിനുണ്ടാക്കുന്ന ആനന്ദം ചില്ലറയൊന്നുമല്ല, നമുക്കറിയാമല്ലോ. എന്നാൽ അല്ലാഹു തആല ഇതിൽ നിന്നെല്ലാം തന്നെ മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയുന്ന പരീക്ഷണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. ആ പരീക്ഷണങ്ങളിൽ നിന്ന് നാം ഒരിക്കലും മുക്തരല്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വചനങ്ങൾ കേട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രകൃതിയിലേക്ക് കണ്ണോടിച്ചിട്ട് പറഞ്ഞൊരു സംഭവമുണ്ട്. അല്ലാഹുവേ, ഇന്നാ ലാ നസ്തതീഉ ഇല്ലാ അൻ നഫ്റഗ ബിമാ സയ്യനതഹു ലാ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് നൽകിയ പ്രകൃതിയെ ആസ്വദിക്കാനല്ലാതെ, കണ്ടു നിൽക്കാനല്ലാതെ, അതിന്റെ ഭംഗിയെ കുറിച്ച് പറയാനല്ലാതെ ഞങ്ങൾക്കറിയില്ല റബ്ബേ. അല്ലാഹുവേ, ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു, അൻ അൻഫിഖഹു ഫി ഹഖ്ഖിഹി, ഇതിന് നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ, ഇത് നന്നായി ആസ്വദിക്കാൻ അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഭൂമിയെ ഒരടി കീറാതെ നമ്മുടെ ആരുടെയും വീടുകൾ ഈ ഭൂമി ലോകത്ത് നിലനിൽക്കില്ല. ഒരു 10 നിലയുള്ള ബിൽഡിംഗ് ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ പൈലിങ്ങുകളും പ്ലിന്ത് ബീമുകളും ശക്തമായിരിക്കണം. അതുകൊണ്ട് ഭൂമിയിലേക്ക് നമ്മൾ ആഴ്ന്നിറക്കിക്കൊണ്ടിരിക്കും. അതെല്ലാം അള്ളാഹു ഭൂമിയിൽ സീനത്താക്കി വെച്ചിരിക്കുന്ന നമ്മുടെ നിഗമനങ്ങൾക്കും കണ്ടുപിടുത്തങ്ങൾക്കും അള്ളാഹു നൽകിയ പവറാണ്. ആ പവർ ഉപയോഗിച്ച് നമ്മൾ കണ്ടെത്തുന്നത് എന്തുണ്ടോ അതിൽ നിന്നെല്ലാം അള്ളാഹു നമുക്ക് പരീക്ഷണങ്ങൾ ഏർപ്പെടുത്തി വെക്കും. ഒരു സംശയവുമില്ല. വെള്ളിയാഴ്ചകളിൽ സ്ഥിരമായി പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറയുന്നു, ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ, ഭൂമിയിൽ അലങ്കാരമായി നമ്മൾ ഈ പറയുന്ന കണ്ണിനേറ്റവും കുളിർമയുള്ളതായി എന്തെല്ലാം നമുക്ക് അനുഭവിക്കാനുണ്ടോ, ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല, നിങ്ങൾ നന്നായി പ്രവർത്തിക്കുന്നവരായി കാണാൻ അല്ലാഹു നിങ്ങളെ ശക്തമായി പരീക്ഷിക്കും. ഏതെങ്കിലും കേരളത്തിന്റെ ഭൂപടത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് 30 കിലോമീറ്ററിനുള്ളിൽ മലയില്ലാത്തൊരു പ്രദേശമുണ്ട് പ്രിയപ്പെട്ടവരെ. 30 കിലോമീറ്ററിൽ നിന്നും പൊട്ടിയൊരു സംഗതി 30 കിലോമീറ്ററുകൾ ഇപ്പുറത്തേക്ക് ഒലിച്ചു വന്ന് പിന്നെയും 30 കിലോമീറ്ററുകൾ താണ്ടി ഒരു പുഴയോരത്ത് നിന്ന് മൃതദേഹങ്ങൾ കണ്ടെടുക്കുമ്പോ നമ്മൾ അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും ഒറ്റ കാര്യമുള്ളൂ, ഒരൊറ്റ വിഷയമുള്ളൂ. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, ഏതൊരു ദേഹത്തിനും അല്ലാഹു തആല മരണം വെച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? സുമ്മ ഇലൈനാ തുർജഊൻ, ലോകത്തെ ആ സംഭവം കണ്ട അതിനു സാക്ഷിയായ ഏതൊരു മനുഷ്യന്റെയും ഹൃദയത്തിൽ വിഷമങ്ങൾ പരതിയ മനുഷ്യരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരെ പോലെ നമ്മളും ഒരിക്കൽ അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ്. ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ടവരല്ലേ. ഒരു ദിവസം ലോകത്ത് 1.5 ലക്ഷം ആളുകൾ മരണപ്പെടുന്നുണ്ട്. 1.5 ലക്ഷം ആളുകൾ ഒരു ദിവസം മരണപ്പെടുന്നുണ്ട്. നമ്മൾ ആരെങ്കിലും ഏതെങ്കിലും പത്രത്തിൽ ഇന്നത്തെ മരണസംഖ്യ 1.5 ലക്ഷം വമ്പൻ ദുരന്തം പറയാറുണ്ടോ? ഒരു 200-300 ആളുകളെ ഒരു പ്രദേശത്തേക്ക് കണ്ടപ്പോഴേക്ക് പ്രിയപ്പെട്ടവരെ മരണത്തിന്റെ വ്യാപ്തിയും ആഘാതവും അത് ലൈവായി ഇങ്ങനെ കാണുമ്പോ മനുഷ്യരെന്ന വല്ലാത്തൊരു സൃഷ്ടിപ്പിലേക്ക് നമുക്ക് തന്നെ തോന്നിയില്ല നമ്മൾ ഒന്നുമല്ല എന്ന്. ഒന്നുമല്ല. ഒരു മഹല്ല് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഒരു മഹല്ലിന്റെ ഒരു മീഡിയം ലെവൽ മഹല്ലിൽ എങ്ങനെ കൂട്ടിയ 100-400 വീടുണ്ടാകുക. അതിൽ 10-30 വീട് മാത്രം ബാക്കിയായെന്ന് പറഞ്ഞാൽ ഒരു മഹല്ല് മുഴുവൻ അള്ളാഹ് എടുത്തുകൊണ്ടുപോയി നമ്മളെ മനസ്സിലേക്ക് എത്ര പെട്ടെന്ന് വന്നു, എത്ര പെട്ടെന്ന് വന്നു. അള്ളാഹ് പറയാണ്. ഇന്നിപ്പോ നിരീശ്വരവാദികൾ നമ്മൾ പറയും, നമ്മൾ ആളുകളൊക്കെ അതിനു വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ആളുകളാണ്, സഹായിക്കാൻ വേണ്ടിയിട്ട്. പ്രേ ഫോർ വയനാട്, അത് വെട്ടിയിട്ട് നമ്മൾ പേ ഫോർ വയനാട് എന്നാക്കണം. യുക്തിവാദികളുടെ നെട്ടോട്ടമാണ് അല്ലെ. ഏത് ദുരന്ത സ്ഥലത്തും കുറെ ദുരന്തങ്ങൾ ഉണ്ടാകുന്നു പറഞ്ഞതുപോലെ അവര് മനസ്സിലാക്കണം എന്താണ്, അവിടെ സഹായിക്കാൻ എല്ലാ മതസംഘടനയിലെയും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും ആളുകളുണ്ട്.
ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ നിർബന്ധ ബാധ്യതയാണ്. അതൊരു പരീക്ഷണമാണ്. അള്ളാഹ് അവരെ പരീക്ഷിക്കുക, അവരെ സഹായിക്കുന്നത് നമ്മളൊരു പരീക്ഷണം. അള്ളാഹ് എല്ലാവർക്കും അങ്ങനെ വെച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പൊ അവിടെ പോയിട്ട് ദൈവത്തിന് കണ്ണില്ല, ദൈവത്തിന് കാതില്ല, ദൈവത്തിന്റെ ക്രൂരത. ഒരു ദിവസം 1.5 ലക്ഷം ആളുകൾ ലോകത്ത് മരിക്കുന്നു ഒരു ദിവസം. ഈ ദുരന്തത്തിന് ഇപ്പുറത്തേക്ക് എടുത്താൽ 10 ലക്ഷത്തോളം മനുഷ്യന്മാർ ലോകത്ത് മരണപ്പെട്ടിട്ടുണ്ട്. അള്ളാഹിനെ ചോദ്യം ചെയ്യുക, പടച്ച റബ്ബിനെ അങ്ങട്ട് പഠിപ്പിക്കുക. ഏറ്റവും വലിയ പ്രതിസന്ധി പട്ടിണിയല്ലേ? ലോകത്തുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി പട്ടിണിയല്ലേ? അള്ളാഹു പട്ടിണി ഇല്ലാണ്ടാക്കി. അള്ളാഹു അങ്ങനെ വിശപ്പന്നല്ല ഉണ്ടാക്കി കൂടുന്നാല് വിശപ്പന്നെ വേണ്ട, അങ്ങനെ ഭക്ഷണം തന്നെ ആളുകൾ കഴിക്കണ്ട. അപ്പൊ അതിന്നുള്ള ഒരു രോഗമുണ്ട്, പിന്നെ ഡോക്ടർ വേണ്ട, ഒന്നും വേണ്ട. ഈ പൊട്ടന്മാർ അള്ളാഹു അവരുടെ ദറജയിലേക്ക് താവണമെന്ന് പറയുന്നു. വിശ്വാസി സമൂഹം ഉൾക്കൊള്ളേണ്ടുന്ന വലിയൊരു കാര്യം. അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ പർവ്വതങ്ങളെ കുറിച്ച് പറഞ്ഞിടത്തെല്ലാം ആ പർവ്വതങ്ങൾ ഭൂമിയിലൂടെ അങ്ങിങ്ങായി എങ്ങോട്ടുമില്ലാതെ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ച് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെയൊക്കെ വീടുകളിൽ മരണം നടന്നിട്ടില്ല പ്രിയപ്പെട്ടവരെ, ഉണ്ടായിട്ടില്ലേ? അതിലപ്പുറമൊന്നും ഒരു ജീവന് വേണ്ടിയിട്ട് ആ പറയപ്പെട്ട നാടുകളിലൊന്നും ഉണ്ടായിട്ടില്ല, ഒരിക്കലും സംഭവിച്ചിട്ടില്ല, അങ്ങനെയുമില്ല. നമുക്കുണ്ടാകേണ്ടുന്നത് സുമ്മ ഇലൈനാ തുർജഊൻ, അവർ മടങ്ങിയതുപോലെ ഒരു ദിവസം നമുക്കും മടങ്ങേണ്ടത് തന്നെയാണ്. ഇന്ന് കരയുന്നവർക്ക് വേണ്ടി ഒരുപാട് ആളുകൾ ഇങ്ങനെ കരയുമ്പോ നമുക്ക് വേണ്ടി നമ്മുടെ കുടുംബക്കാർ കരയും. അങ്ങനെ സംഭവം ഉണ്ടല്ലോ. അതിനു മുമ്പേ ഒന്ന് തിരിച്ചു വരാൻ, ഒന്ന് മടങ്ങാൻ, നമ്മുടെ അമലുകളൊക്കെ ഒന്ന് തഹ്സീൻ ചെയ്യാൻ നമുക്ക് സമയമായിട്ടില്ലേ എന്നാലോചിക്കണം. ദീനീ പ്രവർത്തനങ്ങളിൽ ആലോചിച്ച് നോക്കിയിട്ടില്ലേ? ഇങ്ങനെ ആക്സിഡന്റ് കണ്ടാൽ പോലും, മരണത്തെ മുഖാമുഖം കണ്ടാൽ പോലും ഒന്ന് നേരത്തെ ഒന്ന് നമസ്കരിക്കാൻ, നമസ്കാരം ഒന്ന് ക്ലിയർ ആക്കാൻ, ഒന്ന് സ്വതക്കയൊന്ന് വർദ്ധിപ്പിക്കാൻ, ദാനധർമ്മങ്ങൾ ഉണ്ടാക്കാൻ മനുഷ്യന്റെ മനസ്സിന് കഴിയാതെ പോകുന്നുണ്ടെങ്കിൽ അവന് ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു എന്നല്ലാതെ എന്താ നമുക്ക് പറയാനുള്ളത്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കുള്ള പാഠം അത് മാത്രമാണ്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് അള്ളാന്റെ പരീക്ഷണം ഏത് രൂപത്തിലും നമ്മുടെ കബദിനെ, കരളിനെ വരിഞ്ഞു മുറുക്കുന്ന രൂപത്തിൽ നമുക്ക് കടന്നു വരും, ഒരു സംശയമില്ല. ആരുടെ കുടുംബത്തിലാ രോഗിയില്ലാത്തത്? ആലോചിച്ചേ, കിടപ്പിലായ രോഗിയില്ലാത്ത ആരുടെ കുടുംബമാണ് ഇവിടെയുള്ളത്? മരണങ്ങൾ സംഭവിക്കാത്ത, ഒരു മാസത്തിനിടയ്ക്ക് മരണങ്ങൾ സംഭവിക്കാത്ത ഏത് കുടുംബമാണ് നമുക്കിടയിൽ ജീവിച്ചിരിക്കുന്നത്? ആരുമില്ല പ്രിയപ്പെട്ടവരെ. അങ്ങനെയെങ്കിൽ അള്ളാന്റെ പരീക്ഷണം അടിക്കടി മനുഷ്യരെ നമ്മെ നന്നാക്കിയെടുക്കുവാൻ, നമ്മൾ മരണപ്പെടുന്നതിന് മുമ്പ് നല്ല മനുഷ്യരായിട്ട് മാറാൻ, നമ്മൾ നല്ല സ്വഭാവത്തിന്റെ ഉടമകളായിട്ട് തീരാൻ അള്ളാഹു നമ്മളെ പാകപ്പെടുത്തുന്നു എന്നല്ലാതെ നമുക്കെന്താ അതിൽ പറയാനുള്ളത്? ഒന്നും പറയാല്ല, ഒരു സംഗതിയും വെക്ക. വിശുദ്ധ ഖുർആൻ ഓരോ ഭാഗങ്ങളിലും, ഓരോ കാര്യങ്ങളിലും മരണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം നമുക്കറിയാലോ, സുമ്മ ഇലൈനാ തുർജഊൻ, മടങ്ങേണ്ടാത്തവരായി ആരുമില്ല. ഒരു മനുഷ്യനും അല്ലാഹു ഭൂമി ലോകത്ത് അങ്ങനെ ആയുസ് കൊടുത്തിട്ടേയില്ല, ഒരിക്കലും ചെയ്തിട്ടില്ല. ഏകദേശം 1000 വർഷങ്ങളോളം ജീവിച്ചു, പ്രബോധനം നടത്തി എന്ന് പറയുന്ന നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. നൂഹ് നബിയുടെ ജീവിതം നമുക്ക് എടുത്ത് പരിശോധിച്ച് കൃത്യമായി മനസ്സിലാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ചെയ്ത് എന്നിട്ട് നൂഹ് നബി പറഞ്ഞു, അല്ലാഹുവേ ഞാൻ ഇവരെ ഇങ്ങനെ സത്യത്തിലേക്കും ധർമ്മത്തിലേക്കും ക്ഷണിക്കുന്നു, പക്ഷെ അവരെനിക്ക് ചെവി തരുന്നില്ല. ഫലം യസിദഹും ദുആഇ ഇല്ലാ ഫിറാറ, ഞാൻ അങ്ങനെ വിളിക്കുന്നു, അവരങ്ങനെ എന്നിൽ നിന്ന് തെറ്റിപ്പോയി കൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഇസ്ലാമും ഈമാനും എല്ലാം ലഭിച്ചിട്ട്, എല്ലാം അറിഞ്ഞിട്ട് ഒരു സംഭവം കേൾക്കുമ്പോൾ നമുക്ക് ഈമാൻ വർദ്ധിക്കുന്നല്ല, നമുക്ക് എന്താ ചെയ്യാനുള്ളത്? അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്ക, പടച്ചോനെ നോക്കൂ നിങ്ങൾ, നമ്മൾ ജീവിക്കുന്ന ഏത് സ്ഥലങ്ങളും 70% ചെങ്കുത്തായ മലകൾ നിൽക്കുന്ന സ്ഥലമാണ് കേരളം. അതിന്റെ മണ്ണിൽ ഒരു 30 കിലോമീറ്റർ പരിധിയിൽ ഒരു മലയുമില്ലാത്ത ഒരു സ്ഥലവും ഇല്ല. നമ്മൾ ആരും സുരക്ഷിതരല്ല, ഒരു നിലക്കുമല്ല. അള്ളാഹു അങ്ങനെയാണ് മനുഷ്യനെ പടച്ചിട്ടുള്ളത്. നമ്മൾ അള്ളാഹുവിലേക്ക് കീഴൊതുങ്ങാന്നല്ലാതെ നമുക്കെന്താ ചെയ്യാനുള്ളത്? ഒന്നും ചെയ്യാല്ല. നമ്മൾ അള്ളാഹു വിനയം റഹ്മാൻ അല്ലദീന യംശൂന ഫിൽ അർളി, അള്ളാഹുവിന്റെ ഏറ്റവും നല്ല ദാസന്മാർ, അള്ളാഹുവിനെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ആളുകൾ, ഇബാദുർ റഹ്മാനിന്റെ ആളുകൾ അലൽ അർളി ഹൗന, ഏറ്റവും വിനയത്തോടുകൂടി നടക്കും. ഒരാൾ വിനയം കാണിച്ചാൽ ഇല്ലാ റഫഅഹുല്ലാഹ്, അള്ളാഹുവിനെ ഉയർത്താതിരിക്കുകയില്ല. നോക്കൂ നിങ്ങൾ,
എത്ര സന്തോഷമാണ് വിശ്വാസിക്ക്, എത്ര ആശ്വാസമാണ് വിശ്വാസിക്ക്. അവിടെ സങ്കടത്തിലും ദുഃഖത്തിലും ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ അവർക്ക് നൽകേണ്ടുന്ന പാഠം അവര് മാത്രമല്ലല്ലോ. ഏതൊരു ഖബറിടത്തിലേക്കും മണ്ണിടുമ്പോ ഇന്നു നീയും നാളെ ഞാനും എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ മണ്ണിടുന്നത്. അവന്റെ മയ്യത്ത് നമസ്കരിക്കുമ്പോ ഇന്നു നീയും നാളെ ഞാനും എന്ന് പറഞ്ഞല്ലേ നമ്മൾ മയ്യത്ത് നമസ്കരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ബേജാറുണ്ടാകേണ്ടുന്ന, പ്രയാസപ്പെടേണ്ടുന്ന, ഒന്നുമല്ലാത്തവനായി പോയി എന്ന് തോന്നേണ്ടുന്ന സാഹചര്യമില്ല. ഏത് കാലത്തും നമ്മൾ ഉണ്ടാക്കി തീർക്കുന്ന എല്ലാ സംഗതികൾ കൊണ്ടും എന്ന് അള്ളാഹു പഠിപ്പിക്കും. അള്ളയാണ് വലുത്, അള്ളാഹുവാണ് വലുത്. അവിടെ നമ്മൾ ഏറ്റവും നന്നായി ദീനിലേക്ക് മടങ്ങാൻ, ഏറ്റവും നന്നായി മതത്തിലേക്ക് മടങ്ങാൻ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ മഹല്ലിൽ, നമ്മുടെ നാടിൽ ഏറ്റവും മനോഹരമായ ഇബാദത്തുള്ള സൽസ്വഭാവമുള്ള മനുഷ്യരായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം. കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചു, ഒരാളുടെ ഹൃദയത്തിൽ, ഒരാളുടെ മനസ്സിന്റെ ഉള്ളിൽ കിബറും അഹങ്കാരം അടക്കി വെച്ച ജീവിതം അത് മരണത്തിലേക്ക് ചെന്ന് കലാക്കിച്ചാൽ അവൻ അല്ലാഹു തആല സ്വർഗം നിഷേധിക്കപ്പെടും. അത് പഠിക്കേണ്ടതാണ്. ഒന്ന് കണ്ണ് ചിമ്മി എഴുന്നേറ്റപ്പോഴേക്കും ഉറങ്ങിക്കിടന്നവരൊന്നും ഹയാത്തിലില്ലാത്തൊരു ജീവിതമുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിലും അങ്ങനെ തന്നെയാണ്. മരണം വരുന്ന സമയത്തിന് മുമ്പേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സ് ഏറ്റവും ക്ലിയറായ, ഏറ്റവും പ്യൂരിറ്റി ഉള്ള ഹൃദയമാക്കി മാറ്റുകയും സലീം, അള്ളാന്റെ മുമ്പിലേക്ക് എത്തുമ്പോ ശുദ്ധമായ ഹൃദയത്തോടു കൂടിയാണ് എത്തേണ്ടത്. ഒരിക്കലും നമ്മൾ പ്രകൃതിയെ കുറ്റം പറയേണ്ടതില്ല. നമ്മുടെ സ്വഭാവമാണ് നന്നാക്കേണ്ടത്. ലാ തസുബ്ബുദ്ദഹർ, നിങ്ങൾ കാലത്തെ പഠിക്കരുതേ. തീർച്ചയായിട്ടും അള്ളാഹു അവനാണ് കാലം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാലത്ത് നമ്മൾ വിടണം. അതിന് നമ്മൾ കുറ്റം പറഞ്ഞത് കൊണ്ട് ഒരിക്കലും സംഭവിക്കാതിരിക്കില്ല. അടിക്കടി ഉണ്ടാകും, അടിക്കടി മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാകും. അത്തരം പ്രദേശങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും താമസം മാറിപ്പോവുകയോ മറ്റു പ്രദേശങ്ങളിലേക്ക് മാറ്റപ്പെടുകയോ ഒക്കെ ചെയ്യാമെന്നല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പരീക്ഷ നിർത്തുമെന്ന് ആരും വിചാരിക്കരുത്. അള്ളാന്റെ ഭൂമിയിൽ അള്ളാഹ് മനുഷ്യനെ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. രോഗങ്ങൾ കൊണ്ട്, പ്രകൃതികളെ കൊണ്ട്, മറ്റു പല കാരണങ്ങൾ കൊണ്ടും അള്ളാഹു മനുഷ്യരെ പരീക്ഷിക്കും. എല്ലാവരെയും അള്ളാഹ് പരീക്ഷിക്കും. പറഞ്ഞല്ലോ, ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യരെ അള്ളാഹു കഠിനമായി പരീക്ഷിച്ചു. ഏറ്റവും നല്ല മനുഷ്യരെ അള്ളാഹു കഠിനമായി പരീക്ഷിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെയാണ് മനുഷ്യര്, നമ്മളൊന്നുമല്ല പ്രിയപ്പെട്ട, നമ്മൾ അറിയണ്ടേ. ഒരാളൊരു മീഡിയക്ക് മുമ്പിൽ വന്നിരുന്നിട്ട് പറയാണ്, എന്റെ വീട്ടിലെ 20 ആളുകളെ, എന്റെ കുടുംബത്തിൽ 20 ആളുകളെ കാണാനല്ല, 3 എണ്ണം കിട്ടി, ബാക്കി എവിടെയെന്ന് അറിയില്ല. അറിയണ്ടല്ലോ. ആലോചിച്ചോക്കെ നിങ്ങൾ, നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട ചിന്തയാണത്. ഞാൻ മരിക്കുമ്പോ പല ആളുകൾക്കും ചിലപ്പോ ഭാഗ്യം കിട്ടിയെന്ന് വരും. ഒരു മഹലിൽ കൊണ്ടുവന്ന് വെച്ച് അങ്ങനെ മയ്യത്തൊക്കെ കുളിപ്പിച്ച് അങ്ങനെ കൊണ്ടുവെക്കാൻ. അപ്പൊ നമ്മൾ പറയും, ഇതൊന്നും ഇല്ലാത്ത ആളുകളോ? ഒന്ന് ആലോചിച്ചേ. യുദ്ധത്തിൽ മരിക്കുന്ന മനുഷ്യൻ, ഒരാള് ജിഹാദ് ഷഹീദായി മരിക്കുന്ന മനുഷ്യൻ, ഒന്നും കിട്ടില്ല എന്ന് കൂട്ടുക, അദ്ദേഹത്തിന്റെ മയ്യത്ത് കുളിപ്പിക്കുന്നില്ലല്ലോ. ഷഹീദായ യുദ്ധത്തിൽ മരിക്കുന്നവന്റെ മയ്യത്ത് കുളിപ്പിക്കാറുണ്ടോ? ഇല്ലല്ലോ. എന്നിട്ട് കൂട്ടമായി ഒരൊറ്റ ഖബറിൽ 10ഉം 20ഉം മയ്യത്തുകൾ മറമാടി അങ്ങനെ കൂട്ടപ്പെടുന്നവർ ഇവിടെ കൊണ്ടുവെക്കുന്ന നമ്മളെക്കാൾ നമ്മുടെ പ്രാർത്ഥന എന്താ? അല്ലാഹുവേ, സിദ്ദീഖീങ്ങളുടെയും ശുഹദാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന നമ്മളെ പ്രാർത്ഥന തന്നെ. അതുകൊണ്ട് ഒരാളും അങ്ങനെ കുളിപ്പിച്ച് വെച്ച് വൃത്തിയാക്കി എന്നുള്ളതുകൊണ്ട് അള്ളാന്റെ അടുക്കൽ ഉന്നത സ്ഥാനത്തെത്തൂല. നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. ജീവിതത്തിൽ ഏറ്റവും നല്ല സ്വഭാവം, നമസ്കാരം, അള്ളാനെ ഭയപ്പെട്ട് ജീവിച്ച മനുഷ്യൻ ഏത് രൂപത്തിൽ ഒലിച്ചുപോയി മണ്ണിനടിയിൽ പെട്ടാലും അള്ളാന്റെ അടുക്കൽ ദറജ വലുതായിരിക്കും. അത് മറക്കുക നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ നിസ്കാരം, നമ്മുടെ സക്കാത്തും, നമ്മുടെ സ്വതക്കയും, നമ്മുടെ സ്വഭാവം നന്നാക്കി തീർത്താൽ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കും. ഇതാ പാഠം. അതെന്നെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ദിവസം എല്ലാവരും മടങ്ങുന്നു, ലോകത്തുള്ള എല്ലാവരും മടങ്ങുന്നു. എനിക്കും അല്ലാഹുവേ ഒരു ദിവസം മടങ്ങണം. എന്റെ ജീവിതത്തിൽ പടച്ച റബ്ബേ, ഇസ്ലാമിനെ നീ ഊട്ടിയുറപ്പിക്കണം. പിശാച് എന്നും വരും, ഏത് സമയത്തും വരും. അത് ചെയ്യണ്ട, ഇത് ചെയ്യണ്ട, ഇത് ചെയ്തോ, കുറച്ച് കഴിഞ്ഞിട്ട് തൗബ ചെയ്യാ ഒക്കെ പറയും. അങ്ങനെയല്ല പിശാച് നമുക്ക് വരിക. നിസ്കരിക്കണ്ട പറയിപ്പിക്കും, വ്യഭിചരിച്ചോ നമ്മളോട് പറയും, ലേശല്ലേ, ഒരിറ്റല്ലേ, ലേശൊക്കെ ഒന്ന് അടിച്ചോന്ന് പറയും, ഒരു ഗ്ലാസ് അല്ലേ, ചെക്കന്മാരൊപ്പല്ലേ, ഒന്ന് കൂടുമ്പോഴല്ലുള്ളൂ, ഇപ്പോഴല്ലുള്ളൂ, ഇതൊന്നും ഇല്ലാത്ത ആണാണോ, ഇതൊക്കെ പറയും. 2 ദിവസം ഇങ്ങനെ നിസ്കരിക്കുമ്പോ ഒന്ന് തൗബ ചെയ്താൽ മതിയടോ എന്ന് പിശാച് പറയും. ഇതൊക്കെ മനുഷ്യനെ പിശാച് ഇങ്ങനെ തോന്നിപ്പിച്ചു കൊണ്ടേയിരിക്കും. നമ്മൾ ആ സമയത്ത് മനസ്സിലാക്കേണ്ടത്, അള്ളാഹു സ്വർഗത്തിലേക്ക് പടച്ച പർവ്വതങ്ങളെയും
ആകാശങ്ങളെയും ഭൂമികളെയും അള്ളാഹനുസരിക്കുന്നത് പോലെ ജീവിച്ച മനുഷ്യരുടെ കൂട്ടത്തിലാണ് നമ്മൾ പെടേണ്ടത്. നമ്മുടെ ഇബാദത്തുകളും സ്വഭാവങ്ങളും അള്ളാഹുവിന്റെ വഴിയിലാക്കുക, വിനയം കാണിക്കുക. പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ചും ഈ സാഹചര്യത്തിൽ നമ്മൾ വിനയം കാണിക്കുക. ഒന്നുകൊണ്ടും ഒരു പൗറും, മലയാളത്തിൽ പറഞ്ഞ ഒരു പൗറും കാണിക്കാൻ സാധിക്കാത്തവരാണ് നമ്മൾ. നമുക്കൊന്നുമില്ല, സത്യസന്ധമായി പറഞ്ഞ നമുക്കൊന്നുമില്ല. വല്ലാത്തൊരു അവസ്ഥയാണ്. ലോകത്തുള്ള ഏത് പ്രദേശത്തിന്റെയും, അള്ളാഹ് പടച്ച പ്രദേശത്തിന്റെയൊക്കെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ വെള്ളമിറങ്ങിയാൽ അടിഭാഗം മർദ്ദം കൂടും. അത് താങ്ങാനുള്ള പവർ കൊടുക്കണ്ടേ പഠിച്ചോ അത് കൊടുത്തിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കണ്ടേ. നമ്മളെല്ലാവരും ഒരു പ്രത്യേകമായ ഒരു വേവ് ലെങ്ത്തിൽ അങ്ങ് നടന്നു പോവുകയാണ്. ഗ്രാവിറ്റി ഫോഴ്സ്, ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്ന ഒരു സാധനം. അത് കൂടിയാൽ നമുക്ക് നടക്കാൻ കഴിയില്ല, അത് കുറഞ്ഞാൽ നമ്മൾ പാറി നടക്കുകയും ചെയ്യും. വളരെ കൃത്യമായി അള്ളാഹു സംവിധാനിച്ചതാണ്. അള്ളാഹ് സംവിധാനിക്കുന്നു. അള്ളാഹ്ക്ക് ഒരു കണക്കുണ്ട്. അള്ളാഹ് പടച്ച റബ്ബിനറിയാം. സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും എല്ലാം ലോകത്തിന്റെ തമ്പുരാന്റെ കയ്യിലാണ്. നമുക്ക് കൈകടത്താൻ കഴിയില്ല. നമുക്ക് അള്ളാഹു മൃഗങ്ങൾക്കില്ലാത്ത, മറ്റൊരു ജീവജാലങ്ങൾക്കില്ലാത്ത ഒരു വിശേഷമായ ബുദ്ധിയും ഒക്കെ അള്ളാഹ് തന്നു. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും സന്തോഷിക്കുന്നു, സമാധാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, എല്ലാം ചെയ്യുന്നു. ഒരിക്കലും നമ്മൾ ജീവിതത്തിൽ ഇതേ ബുദ്ധി ഉപയോഗിച്ച് പിശാചിന്റെ കാലടിപ്പാടുകളുടെ പിറകെ പോകാൻ പാടില്ല. നമ്മൾ നന്നാവണം. നമ്മുടെ മനസ്സിലേക്ക് ഏത് സമയത്തും അള്ളാഹുവേ, നീ സൃഷ്ടിച്ച സൃഷ്ടിപ്പാണെന്നും, അള്ളാഹുവെ നിന്റെ എളിയൊരു സൃഷ്ടിപ്പാണെന്നും, നീ നൽകിയതാണ് എനിക്കുള്ള കണ്ണും കാതും കാലും എല്ലാം എന്നും എനിക്കറിയാം. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എന്നെ പിശാച് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും, ചില ചതികളിലൊക്കെ പെടുന്നു. അള്ളാഹുവെ നീ കാക്കണം എന്ന് പറയണം. അതിന് നിസ്കരിക്കണം നമ്മൾ. അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണം നമ്മൾ. അള്ളാഹുവിന്റെ മുമ്പിൽ കിടന്ന് കരയണം നമ്മൾ. നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി നമ്മുടെ സ്വഭാവങ്ങൾ നന്നാക്കി തീർക്കണം. അസൂയയില്ലാത്ത, പകയില്ലാത്ത, കുശുമ്പില്ലാത്ത, വെറുപ്പില്ലാത്ത നല്ലൊരു ഹൃദയമുണ്ടാകാൻ പരിശ്രമിക്കണം നമ്മൾ, പ്രാർത്ഥിക്കണം നമ്മൾ. എല്ലാം നമുക്കുണ്ടായി തീരണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നന്നായി വിനയത്തോടുകൂടി അള്ളാഹുവിലേക്ക് മടങ്ങുന്ന അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين وصلى الله على نبينا محمد وآله وصحبه الفائزين ومن والاه. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിച്ചു മരിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമുക്ക് ഏതൊരു മനുഷ്യന്റെയും അള്ളാഹു സൃഷ്ടിച്ച പ്രകൃതിയിലുള്ളതാണ് ഓർമ്മയും മറവിയും. ഓർമ്മയുണ്ടാകും, മറവിയുണ്ടാകും. അത് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. വാപ്പ മരിക്കുമ്പോൾ, ഉമ്മ മരിക്കുമ്പോൾ അന്ന് നമുക്ക് വല്ലാത്ത സങ്കടം ഉണ്ടാവും. പക്ഷെ അതുപോലെ നമ്മൾ അതിന്റെ പിറ്റേന്നും പിന്നെ 10 ദിവസം കഴിഞ്ഞിട്ടൊന്നും ആ ഒരു സങ്കടപ്പെട്ടോണമെന്നില്ല. അങ്ങനെ സങ്കടപ്പെട്ടിരുന്ന മനുഷ്യൻ മാനസിക രോഗിയായിട്ട് മാറുകയും ചെയ്യും. അപ്പൊ അള്ളാഹ് നൽകിയതാണത്. അപ്പൊ അള്ളാഹ് നമുക്ക് നൽകിയ നല്ല മറവിയാണത്. ഒരു സാഹചര്യം കണ്ടു, ഒരു ആക്സിഡന്റ് കണ്ടു, അത് മനസ്സിൽ നിന്ന് അങ്ങനെ പോകാതെ ഉറക്കം നഷ്ടപ്പെട്ടു. അപ്പൊ അള്ളാഹ് നമുക്ക് നല്ലൊരു സംഭവം തന്നതാണ്. പക്ഷെ ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് മറക്കാൻ പറ്റാത്തൊരു സംഗതിയാണ് പടച്ചോ എന്ന് പറയുന്നത്. അള്ളാഹിനെ ഒരു ദിവസം ഒന്ന് നമുക്ക് പടച്ചോനെ മറക്കാം, അങ്ങനെ സംഭവമല്ല. അത് നമുക്ക് എപ്പോഴും തഹ്സീൻ ഉണ്ടായിരിക്കണം, ഒരു തജ്ദീദ് ഉണ്ടായിരിക്കണം ഏത് സമയത്തും. കാരണം നമ്മുടെയൊക്കെ ജീവൻ ഈ പറഞ്ഞതുപോലൊക്കെ തന്നെയാണ്. ഒരു ഞാണുമ്മ കിടന്നിട്ട് ഇങ്ങനെ ആടുകയാണ്. അപ്പൊ നമുക്ക് എപ്പോഴും ഉണ്ടാകേണ്ടത് നമ്മുടെ ലൈഫിനെ കുറിച്ചുള്ള നല്ലൊരു ബോധം നമുക്കുണ്ടാകണം. എൻ്റെ ജീവിതം എങ്ങനെയാണ് പഠിച്ചോനെ, എൻ്റെ ജീവിതം നല്ല നിസ്കാരവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ചും കൂടെ എന്ത് ചെയ്യണം, അള്ളാഹുലേക്ക് അടുക്കണം, ഉന്നതമായ സ്വർഗത്തിന്റെ പദവികൾ നേടിയെടുക്കണം. എൻ്റെ ലൈഫ് പഠിച്ചോനെ എങ്ങനെയാണ് പോകുന്നത്, ഈ പോക്ക് പോകുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിന് പ്രത്യേകിച്ച് ഒന്നും കിട്ടാൻ സാധ്യതയില്ല. അങ്ങനെയാണോ നമ്മളെ ചോദ്യം ഉള്ളത്? എങ്കിൽ നമ്മൾ മാറാൻ തയ്യാറാകണം. അള്ളാഹ് എത്രയോ സമയം നമുക്ക് തരാണ്. നമ്മളൊരു തിന്മ ചെയ്യുമ്പോൾ, ഒരു തെറ്റ് ചെയ്യുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കാരുണ്യം കാണിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ തിന്മ ചെയ്തോ എന്ന് പറഞ്ഞിട്ടല്ല, അതിന്ന് മാറി നിൽക്കാനും വിട്ടു നിൽക്കാനും തൗബ ചെയ്യാനുള്ള മറ്റൊരു അവസരം അള്ളാഹ് തരികയാണ്.
ആ അവസരം ചവിട്ടിത്താത്തി, പിന്നെ ഒരു അവസരം അതും ചവിട്ടിത്താത്തി, അങ്ങനെ പിശാചിനെ പിന്തുടർന്നേ മതിയാകൂ എന്ന് തീരുമാനിക്കുമ്പോ വത്തഖൂ ഫിത്ന ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ. അള്ളാഹു പരീക്ഷണമായിട്ടാണെങ്കിലോ ഇനി അല്ല അദാബായിട്ടാണെങ്കിലും എന്ത് സംഗതി ഇറക്കുമ്പോഴും എല്ലാവരും കൂടെ പെട്ടുപോകുമ്പോൾ നമ്മളൊക്കെ മരണത്തിന് കീഴൊതുങ്ങും, എല്ലാവരും കീഴൊതുങ്ങും. ആ സമയത്ത് നമ്മുടെ അക്കൗണ്ടിൽ എന്തുണ്ടോ അത് തന്നെയായിരിക്കും. അള്ളാന്റെ മുമ്പിൽ ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ. പടച്ചോനെ, എനിക്ക് ഞാൻ മൈൻഡ് ചെയ്യാത്ത വിഷയം, അള്ളാഹു എന്റെ അക്കൗണ്ടിൽ ഞാൻ മൈൻഡ് ചെയ്യാത്ത വിഷയമൊക്കെ എന്റെ അക്കൗണ്ടിലോ എന്ന് നമ്മൾ ചോദിക്കും. ഒറ്റ ചെറിയ സാധനം അല്ലെ, ആ ചെറിയ സംഗതി നന്മയാകുമ്പോൾ നമുക്ക് സന്തോഷമായിരിക്കും. പക്ഷെ ആ പറയപ്പെട്ട ചെറിയ സാധനം തിന്മയാണെങ്കിൽ നമുക്ക് സങ്കടമായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങാം, പടച്ച റബ്ബിലേക്ക് നമ്മൾ ശക്തമായിട്ട് മടങ്ങാം. ബാദിറു ബിഅഅ്മാലി സാലിഹ, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക്, സ്വാലിഹിലേക്ക് നിങ്ങൾ ഓടിയെടുക്കണം എന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. നമ്മുടെ നാട്ടിലെ പത്രങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അതിൽ 10 വയസ്സുള്ളവനും 15 വയസ്സുള്ളവനും 20 വയസ്സുള്ളവരും ഇന്ന് കാണാൻ കഴിയും. പണ്ടത്തെ പോലെയല്ല, സംവിധാനങ്ങൾ വലുതായി. അപ്പൊ എവിടെ മരിച്ചാലും പത്രത്തിൽ കൊടുക്കാൻ പറ്റുന്നുണ്ട്, അവർക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഏത് പ്രായക്കാരനും ഏത് പ്രായക്കാരിക്കും അങ്ങനെ പ്രത്യേകമായും മരണമെന്നൊന്നില്ല. ഇപ്പൊ അത് ക്ലിയറാണ്, വിഷയം ക്ലിയറാണ്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുകയും അള്ളാഹുവിനെ അനുസരിച്ച് ജീവിതം പാകപ്പെടുത്തുകയും വന്നിരിക്കുന്ന ഏതു പ്രതിസന്ധി ഘട്ടങ്ങളെയും ശക്തമായ മനസ്സുകൊണ്ട് നേരിടുകയും അതിശക്തമായ ഈമാൻ കൊണ്ട് നേരിടുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് പരീക്ഷണങ്ങൾ ഉണ്ടായാലും അതിൽ ക്ഷമിക്കുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അള്ളാഹുവിലേക്ക് മടങ്ങുവാനുള്ള ഏറ്റവും നല്ലൊരു ഹൃദയം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പ്രത്യേകമായി സൂചിപ്പിക്കാനുള്ളത്, നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ സൂചിപ്പിച്ചിരുന്നു, ഒരു ഹാർട്ട് ബ്ലോക്കുമായി ബന്ധപ്പെട്ട് ഒരു സർജറിയുടെ ആശിക്കിന് വേണ്ടിയുള്ള ഒരു പിരിവ്. ഇൻഷാ അല്ലാഹ് അത് ഈ ആഴ്ച അത് തന്നെ നടക്കും. എന്നാൽ നമുക്ക് ഇന്നത്തെ കളക്ഷൻ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ വിനിയോഗിക്കുന്നത്. അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് KNMന്റെ പ്രളയ ദുരിതാശ്വാസത്തിലേക്ക് വേണ്ടിയിട്ട് എല്ലാ സംവിധാനങ്ങളും, സർക്കാരിന്റെയും അല്ലാത്തവരുടെയും എല്ലാ സംവിധാനങ്ങളും അവർക്ക് വേണ്ടി എല്ലാത്തിനും ഒപ്പമുണ്ട്. കഴിവിന്റെ പരമാവധിയുണ്ട്. നമ്മുടെ ജനങ്ങൾ അങ്ങനെയാണ്, കഴിവിന്റെ പരമാവധി. നമ്മുടെ ബാധ്യത നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന, എല്ലാവരും കൂടി അങ്ങോട്ട് ചെല്ലരുതെന്നും എല്ലാവരും കൂടി അങ്ങോട്ട് യാത്ര പുറപ്പെടരുതെന്നും നമുക്ക് നിർദ്ദേശമാണ്. അതുകൊണ്ട് കാണാൻ പോകുന്ന സംഗതി അതൊന്നും നമ്മൾ ചെയ്യേണ്ട. നമ്മൾ ചെയ്യേണ്ടത് അവർക്കിപ്പോ വേണ്ടത് കുറച്ച് കഴിഞ്ഞാൽ ഒരു 1-2 ആഴ്ചകൾ കഴിയുമ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞതുപോലെ ആളുകൾ ഇങ്ങനെ മറന്നു തുടങ്ങും. അവരെന്നും ഒറ്റപ്പെട്ടിട്ട് തന്നെയായിരിക്കും ഉണ്ടാകുക. ആ യതീമുകൾ എന്നും യതീമുകളായിരിക്കും. അവരങ്ങനെ കഴിയും. അവർക്കൊരു പുനരധിവാസം സാധ്യമാകേണ്ടതുണ്ട്. അതുകൊണ്ട് അവരിലെ സ്ത്രീകൾ നമ്മൾ ഏറ്റെടുക്കുക, അവരിൽ ഒറ്റപ്പെട്ടു പോയ കുട്ടികളുടെ വിദ്യാഭ്യാസം, അവരുടെ പുനരധിവാസം നമ്മൾ ഏറ്റെടുക്കുക, അവരിലെ ആണുങ്ങളെ നമ്മൾ ഏറ്റെടുക്കുക. വേറെ ഒന്നും ചെയ്യാനില്ല, ഒന്നും ചെയ്യാനില്ല, ജോലിയില്ല, താമസമില്ല, കൃഷിയില്ല, ബിസിനസ് ഇല്ല, ഒന്നുമില്ലാത്തവർ, അവരെല്ലാം നമ്മൾ ഏറ്റെടുക്കണം. ഇൻഷാ അല്ലാഹ് വരുന്ന അടുത്ത ആഴ്ച വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് അതിനുവേണ്ടി നമ്മുടെ എടവണ്ണ ഏരിയ മുഴുവൻ ഈ ആഴ്ച ആഷിക്കിന് വേണ്ടിയും അടുത്ത ആഴ്ച പ്രളയത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ടായിരിക്കും. 100% മനസ്സോടുകൂടി ഒരുങ്ങി വരികയും അതിലേക്ക് സ്വതക്ക നൽകുകയും ചെയ്യണം എന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല പ്രവർത്തനങ്ങളും ഏറ്റവും നല്ല രീതിയിൽ ഇബാദത്തുകളും ഒക്കെ നിർവഹിക്കുകയും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുകയും അവനോട് കൂടുതൽ വിനയം കാണിക്കുകയും ചെയ്യുന്ന നല്ല ഹൃദയമുള്ള മനുഷ്യരാക്കി എന്നെയും നിങ്ങളെയും മാറ്റി തീർക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതും രഹസ്യവും പരസ്യവും ഞങ്ങൾ കളിയായും തമാശയായും ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ ഒരുപാട് കഷ്ടപ്പാടുകൾ, രോഗങ്ങൾ കാരണം, പീഡനങ്ങൾ കാരണം, ദുരന്തങ്ങൾ കാരണം കഷ്ടപ്പാടുകളും വേദനകളും അനുഭവിക്കുന്നവരാണ്. അവരുടെയും ഞങ്ങളുടെയും പ്രയാസങ്ങൾ എത്രയും പെട്ടെന്ന് ദൂരീകരിച്ച് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഉമ്മമാർ, ജ്യേഷ്ഠ സഹോദരന്മാർ, പണ്ഡിതവര്യന്മാർ, ഞങ്ങൾ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടവരും ഞങ്ങൾ ഏറെ ഇങ്ങോട്ട് സ്നേഹിച്ചവരും, അവരെയും ഞങ്ങളെയും നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ.